എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് അഡ്മിഷൻ ആയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ റിസൾട്ട് എങ്ങനെയാണ്, അഡ്മിഷൻ എങ്ങനെയാണ് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ എങ്ങനെയാണ് ഇനി അഡ്മിഷൻ എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികളുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷൻ അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് അഡ്മിഷനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾ നൽകിയിട്ടുണ്ടാവും. ഇനി വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് അഡ്മിഷൻ അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ പ്രകാരമുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കും. വെയിറ്റിംഗ് ലിസ്റ്റ് റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. അതായത് ഓരോ സ്കൂളിലും ഓരോ കോഴ്സിലേക്കും അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതേ രീതിയിൽ തന്നെ സൈഡിലായിട്ട് ആ ഒരു രീതിയിൽ റാങ്ക് ലിസ്റ്റ് അറിയാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് സ്കൂളിലാണോ അപ്ലൈ ചെയ്തത് ആ ഒരു സ്കൂള്, അതുപോലെ തന്നെ ഏത് കോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്തത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സ്കൂളിലും എത്ര വീതം വേക്കൻസിയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് നോക്കി അതുപോലെ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു സ്കൂളിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് ഓരോ സ്കൂളിലും നിരവധി വേക്കൻസികൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളെ സ്കൂളിൽ നിന്നും കോൺടാക്റ്റ് ചെയ്യും. അതായത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ല എന്നാണെങ്കിൽ അത് നിങ്ങളിപ്പോൾ വിളിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക്, അത് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കണം നിങ്ങൾക്ക് അവിടെ വന്നാൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ റാങ്ക് ലിസ്റ്റ് നോക്കി അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ വന്നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും എടുത്തുകൊണ്ട് ആ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ നേടാവുന്നതാണ്. ഓൾറെഡി ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ്റെ PDF പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അത് പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് അതത് സ്കൂളുകളിൽ നിന്നും നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്നും അഡ്മിഷൻ പോയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്കുള്ള എവിടെയൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ആ ഒരു സ്കൂളിൽ വിളിച്ച് ഈ ഒരു കാര്യം അന്വേഷിക്കുക. കോൺടാക്റ്റ് നമ്പേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ സ്കൂൾ ലിസ്റ്റിൽ നൽകിയിട്ടുണ്ട്. അതിൽ കോൺടാക്റ്റ് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് ജില്ലയിലാണോ എന്നുള്ളത് അനുസരിച്ച് ആ ജില്ല സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അതായത് കോൺടാക്റ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടില്ല, ജസ്റ്റ് നിങ്ങൾ ബ്രൗസറിൽ അതായത് നിങ്ങളുടെ ഗൂഗിളിലെ ആ ഒരു ബ്രൗസറിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൻ്റെ പേരടിച്ച് കോൺടാക്റ്റ് നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്റ്റ് നമ്പർ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ആ ഒരു അഡ്മിഷൻ പോയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അഡ്മിഷൻ. ആദ്യം റാങ്ക് ലിസ്റ്റ് വരും. റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ സ്കൂളിലെ വേക്കൻസി നോക്കി അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനുശേഷം ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലുള്ള വേക്കൻസിയൊക്കെ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.